MLA വിളിച്ചാൽ ഇത് MLA ആണ്, നിലമ്പൂർ MLA ആണ്, ഒരൊറ്റ അടി പോയി കൊടുക്കാൻ തോന്നും. ഈ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ. ജനങ്ങളെ വെല്ലുവിളിക്കുന്നു. ആരാ ഒരു ജനപ്രതിനിധി, ഒരു പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ ഇത് ചോദ്യം ചെയ്യാൻ അവകാശം ജനങ്ങൾക്കുണ്ട്. അത് ആദ്യം വരെ മനസ്സിലാക്കണം. ഈ കണ്ടു കാണപ്പെട്ടവർക്ക് മുഴുവൻ ശമ്പളം കൊടുക്കുന്നത് ഈ നിൽക്കുന്ന ജനങ്ങളുടെ കീശയിൽ നിന്നാണ്. ആ ജനങ്ങളെ പറഞ്ഞു കേൾക്കാൻ ഈ നാട്ടിലെ എല്ലാ ഉദ്യോഗസ്ഥരും ബാധ്യസ്ഥരാണ്. അതിന് ജനങ്ങൾക്ക് ബോധം വേണ്ടേ? ഞാൻ ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളൊരു 4 ആളെ വെച്ചൊരു കട നടത്തുന്നു വിചാരിക്കാം. അപ്പൊ അതിന്റെ മുതലാളിയോ മാനേജറോ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൂലേ? കേൾക്കുമെന്ന് കേൾക്കൂലേ? ഒന്ന് ഉറക്കെ പറയേ. എന്ത് പേര് ശബ്ദമില്ലാത്ത? അപ്പെന്താ ഇവർക്ക് ശമ്പളം കൊടുക്കുന്ന ആരാ? ഈ പോലീസിന് ശമ്പളം കൊടുക്കുന്നത് ആരാണെന്ന് അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കണ്ടേ? അവിടെയാണ് പ്രശ്നം. പോലീസ് മാത്രമല്ല, വില്ലേജ് ഓഫീസിലേക്കൊന്ന് പോയി നോക്കൂ, പഞ്ചായത്ത് ഓഫീസിലേക്ക് നിങ്ങളൊന്ന് പോകൂ. പൊതുപ്രവർത്തകർക്ക് ഒരാളെയും ബഹുമാനിക്കേണ്ട എന്ന സംസ്കാരം പ്യൂണ് തൊട്ട് ചീഫ് സെക്രട്ടറി വരെയുള്ളവർ ഒരാളെയും ബഹുമാനിക്കേണ്ട എന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. പിണറായി സർക്കാരിന്റെ ഈ ജനാധിപത്യ കേരളത്തിന്റെ ഏറ്റവും വലിയ സംഭാവന അതാ. ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ നിങ്ങൾ തോന്നണ്ട. ഇതെന്താ പാർട്ടി പറഞ്ഞുകൂടെന്ന് ചോദിക്കും. 1000 വട്ടം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കൊടുത്ത കത്തുകൾ ബൈൻഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അടുത്ത തലമുറക്ക് പഠിക്കാനുണ്ടാവും AKG സെന്ററിൽ. ഞാനിനി എന്റെ വാപ്പാനോട് പോയി പറയൂ, അദ്ദേഹം ജയിച്ചിരിപ്പില്ല. ഉണ്ടോ? എന്തൊരു ദ്രോഹം! പൊതുപ്രവർത്തനം നിർത്തിക്കൊണ്ടിരിക്കുക പലരും. ആരെങ്കിലും അപമാനം സഹിക്കുമോ? ഒരു വിഷയത്തിൽ ഇടപെടാൻ ചെന്നാൽ ഞാൻ നോക്കിക്കോളാം, നിങ്ങളെ പണി നോക്ക്. ആയിക്കോട്ടെ സർ. എവിടെ പോയി ഈ പാർട്ടിയുടെ കരുത്ത്? ഇത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല, എല്ലാവരുടെയും അനുഭവമല്ലേ? അത് മാറ്റണം അനുവദിക്കൂല. ജനങ്ങളൊപ്പമുണ്ടെങ്കിൽ നിങ്ങളുണ്ടാവോ? നിങ്ങളുണ്ടാവുമോ? നിങ്ങളുണ്ടാവുമെങ്കിൽ അത് മാറ്റും. ആരും ആരെയും അടിമകളാവരുത്. ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയമുണ്ട്. എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. പക്ഷേ ആ രാഷ്ട്രീയം നന്മയ്ക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയുമായിരിക്കണം. ഇന്നെന്താ സ്ഥിതി? ആരാണ് ഓഫീസുകൾ കൈകാര്യം ചെയ്യുന്നത്? കോടീശ്വരന്മാരായ വില്ലേജ് ഓഫീസർമാരല്ലേ? വിജിലൻസ് ആണ് ചെല്ലുമ്പോൾ 1 കോടി 2 കോടി അങ്ങോട്ട് വരുന്നത്. പാർട്ടി ഓഫീസിൽ അഴിമതി, പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും പൈസ കൊടുക്കാതെ ഒന്നും നടക്കാത്ത സ്ഥിതി. ഒരു ഇടതുപക്ഷ ഗവൺമെന്റിൽ ഇതുണ്ടാകാൻ പാടുണ്ടോ? മുമ്പുണ്ടായിട്ടുണ്ടോ? കുറച്ചൊക്കെ നടക്കും. പണം കൊടുക്കാതെ ഒന്നും നടക്കില്ല. ചോദ്യം ചെയ്യാൻ ആരുമില്ല. പാർട്ടി പ്രവർത്തകർക്കും സഖാക്കൾക്കും ലീഗുകാർക്കും കോൺഗ്രസ്സുകാർക്കും ഒന്നും പോയിട്ട് ഒരു കാര്യമില്ല. അപമാനപ്പെടുത്തി വിടും. അപമാനപ്പെടുത്തിയാൽ എന്താണ് പിന്നെ ചെയ്യുക? പാർട്ടിയിൽ ലീഡർഷിപ്പിനോട് പരാതി പറയും. എല്ലാ പാർട്ടിയും, ഞാൻ CPM എന്ന് മാത്രമല്ല. അതെന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ഈ സാധാരണ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്നത് കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് അവർക്ക് കൂടുതൽ കിട്ടും. ലീഗുകാരെയും കോൺഗ്രസ്സുകാരെയും ഒക്കെ സ്ഥിതി തന്നെയാണ്. അപമാനപ്പെടുത്തുമ്പോൾ എല്ലാം പോരും. പിന്നെന്താ? പിന്നെ വരെ സ്വാധീനിക്കണം. അതിനോ ബാക്ക് കൂടെ പൈസ കൊടുക്കും. എന്നോട് പറഞ്ഞൊരു DC മെമ്പർ പറഞ്ഞിട്ടുണ്ട്, എന്താ ചെയ്യാ, നമ്മൾ പാർട്ടിനോട് പറയുങ്ങൾ എന്തെങ്കിലും കൊടുത്തോന്നിട്ട് ഞാനൊന്ന് വിളിക്കാന്ന് പറയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ എത്തി സഖാക്കളെ? അപ്പോ ജനങ്ങൾക്ക് ഇടപെടാനുള്ള എല്ലാ വാതിലുകളും ജനലുകളും ഈ കേരള സംസ്ഥാനത്ത് കൊട്ടിയടച്ചു. ഈ ഗവൺമെന്റ് അതിന്റെ ദുരന്തം അനുഭവിക്കുന്നു. കേരളത്തിലെ ജനത കയ്യും കാലും വെട്ടേണ്ടവരെ വെട്ടണം.
എന്റേത് വെട്ടിയിട്ടൊരു കാര്യമില്ല. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു മാസം കേരളം മുഴുവൻ നടന്നു പറയാനാ തീരുമാനം. ആയുസ്സും ആരോഗ്യവും പടച്ചോൻ തന്നാല്